തുടരുന്നു. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അമ്മാവൻ ഹരികുമാറാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. കുട്ടിയുടെ അമ്മ ശ്രീതുവും റിമാൻഡിലാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഈ സിനിമാ കഥകളൊക്കെ പറയുന്നത് പോലെ കൊന്നതാരെന്നറിയാം, പക്ഷേ എന്തിനു കൊന്നു എന്നത് അത്രത്തോളം ദുരൂഹമായി തുടരുകയാണ്. ആ കാര്യത്തിൽ പോലീസിന് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതോടൊപ്പമാണ് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ വന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ. ഇതിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്? ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതായത് കൊലപാതകം നടത്തിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് പലപ്പോഴും പലതരത്തിലുള്ള മൊഴികളാണ് അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഹരികുമാർ പറയുന്നത്. അവിടെയാണ് ഇയാളുടെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊരു തരത്തിലേക്ക് പോലീസും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ പ്രധാനമായി മുൻവൈരാഗ്യമാണ്, അതായത് തന്റെ സഹോദരോട് തോന്നിയ മുൻവൈരാഗ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു. പിന്നീട് അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നു ഈ കുടുംബം എന്ന കാര്യം പുറത്തു വരുന്നു. അതിനുമൊടുവിൽ മറ്റു ചില കാരണങ്ങൾ കൂടി അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കുന്നു. ഇതിൽ ഏതാണ് വസ്തുത എന്ന് ഉറപ്പിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കാനിരിക്കുന്നത്. അതോടൊപ്പം ഈ 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ബന്ധമുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നതും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ്. അതിനപ്പുറത്തേക്ക് ഈ ദേവേന്ദുവിന്റെ മരണവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ശ്രീതുവിനുണ്ടോ എന്ന കാര്യം അതിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ കൂടി സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ട് ഈ കേസിലെ ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.